2022 റിലീസ് ചെയ്ത് എല്ലാ ഭാഷകളിലും വൻ വിജയം നേടിയ കന്നഡ ചിത്രമായിരുന്നു കാന്താര. ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നടൻ ഋഷഭിന് അന്ന് കിട്ടിയിരുന്നു. 3 വർഷത്തിനു ശേഷം കാന്താരയുടെ അടുത്ത ഭാഗം ഒക്ടോബർ 2 തിയേറ്ററുകളിൽ എത്തുകയാണ്. എന്നാൽ സിനിമയുടെ OTT റൈറ്റ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. പിങ്ക്വില്ല റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം 125 കോടി രൂപയ്ക്കാണ് കാന്താരയുടെ OTT അവകാശം വിറ്റുപോയിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോ ആണ് സിനിമയുടെ സ്ട്രീമിംഗ് അവകാശം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. എല്ലാ ഭാഷാ പതിപ്പുകളിലും ചേർത്തുള്ള തുകയാണിത്. KGF ചാപ്റ്റർ 2 ശേഷം ഏറ്റവും കൂടുതൽ സ്ട്രീമിംഗ് തുക ലഭിക്കുന്ന രണ്ടാമത്തെ സിനിമ കൂടിയാണ് കാന്താര. സിനിമയുടെ കേരളത്തിലെ വിതരണാവകാശം പൃഥ്വിരാജ് പ്രൊഡക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ അന്യഭാഷാ ചിത്രങ്ങളായ കാന്താര, KGF ചാപ്റ്റർ 2, 777 ചാർലി, സലാർ പാർട്ട് 1 തുടങ്ങിയ സിനിമകൾ കേരളത്തിൽ എത്തിച്ചത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻ തന്നെയാണ്. രാജ്യത്തെ മറ്റു ഭാഷകളിലെ സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ബ്രാൻഡായി ഇന്ന് പൃഥ്വിരാജ് പ്രൊഡക്ഷൻ മാറിയിട്ടുണ്ട്. അതേസമയം കാന്താര കേരളത്തിൽ പ്രദർശിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ഫിയോക് ഇപ്പോഴും. സിനിമയുടെ ആദ്യ 2 ദിവസത്തെ കളക്ഷനിൽ 55% ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് തിയേറ്റർ ഉടമകളുടെ സംഘടന കൂടിയായ ഫിയോക് സിനിമ കേരളത്തിൽ വിലക്കിയിരിക്കുന്നത്. നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കില്ലെന്ന് തന്നെയാണ് ഫിയോക്കിന്റെ തീരുമാനം. 150 കോടി ബജറ്റിലാണ് കാന്താര ഇറങ്ങുന്നത്. മലയാളത്തിൽ നിന്ന് ജയറാമും സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്.